വ്യോമാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റെന്ന റിപ്പോർട്ടുകൾക്കിടെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുല്ല മുജ്തബ ഖമനേയുടെ പ്രതികാരാഹ്വാനം. ഹോർമൂസ് കടലിടുക്കിൽ നീക്കം കടുപ്പിക്കാനാണ് മുജ്തബ ഖമനേയി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഔദ്യോഗിക ടെലിവിഷൻ ചാനലിൽ ന്യൂസ് റീഡറാണ് മുജ്തബ ഖമനേയുടെ പ്രസ്താവന വായിച്ചത്. രക്തസാക്ഷികളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നതിൽ നിന്ന് ഇറാന് വിട്ടുനിൽക്കില്ലെന്നും അയൽരാജ്യങ്ങളുമായി സൗഹൃദം നിലനിർത്തുന്നതിൽ താൻ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഗൾഫ് മേഖലയിലെ യുഎസ് താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ തുടരും. മേഖലയിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളും ഉടൻ അടച്ചുപൂട്ടണം. ഇറാൻ ശത്രുക്കളിൽ നിന്ന് നഷ്ടപരിഹാരം തേടുകയോ അതനുസരിച്ച് അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കുകയോ ചെയ്യുമെന്നാണ് മുജ്തബ ഖമനേയി അറിയിച്ചിരിക്കുന്നത്. അതേസമയം മുജ്തബ ഖമനേയി സിന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്ന് തെഹ്റാനിൽ നിന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇറാനിലെ പരമോന്നത നേതാവിനെ കാവൽ നിൽക്കുന്നതിനായി ആശുപത്രിയുടെ ഒരു ഭാഗം അടച്ചുപൂട്ടിയെന്നാണ് റിപ്പോർട്ട്. നിലവിൽ മുജ്തബ കോമയിലാണെന്നും ഒരു കാൽ വ്യോമാക്രമണത്തിൽ നഷ്ടപ്പെട്ടതായിട്ടുമാണ് പ്രചരിക്കുന്ന റിപ്പോർട്ട്. ഇറാന്റെ പരമോന്നത നേതാവും പിതാവുമായ ആയത്തുല്ല അലി ഖമനേയിയെ കൊലപ്പെടുത്തിയ അതേ വ്യോമാക്രമണത്തിലാണോ മുജ്തബയ്ക്ക് പരുക്കേറ്റതെന്ന് വ്യക്തമല്ല. ഇറാനിലെ ആരോഗ്യ, ചികിത്സ, മെഡിക്കൽ വിദ്യാഭ്യാസ മന്ത്രിയും രാജ്യത്തെ മികച്ച ട്രോമാ സർജൻമാരിൽ ഒരാളുമായ മുഹമ്മദ് റെസ സഫർഗാനിയുടെ സംരക്ഷണയിലാണ് മുജ്തബ ഖമനേയി എന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വൃത്തങ്ങൾ പറഞ്ഞു. ഭരണകൂടത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ഡോക്ടറും യുദ്ധത്തിൽ രാസായുധങ്ങൾ ഉപയോഗിച്ചതിനെ തുടർന്ന് പരിക്കേറ്റയാളുമാണ് മുഹമ്മദ് റെസ സഫർഗാനി. മുജ്തബ ഖമനേയിയുടെ അവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായി ഇറാൻ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ഭരണകൂടത്തിന്റെ നിലവിലെ ഇന്റർനെറ്റ് ബ്ലാക്കൌട്ട് കാരണം ഇറാനിലെ പുതിയ പരമോന്നത നേതാവിന്റെ അവസ്ഥ പുറംലോകത്തിന് കൃത്യമായി അറിയാൻ സാധിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാൻ സ്റ്റേറ്റ് ടിവി മുജ്തബയെ റമദാൻ ജാൻബാസ് അഥവാ യുദ്ധത്തിൽ മുറിവേറ്റ പോരാളി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇതിനാൽ മുജ്തബയ്ക്ക് പരുക്കേറ്റതായിട്ടുള്ള വിവരം സത്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ പരുക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് ഇറാൻ തയ്യാറായിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. പിതാവിനേക്കാൾ തീവ്ര നിലപാടുകളുള്ള വ്യക്തിയാണ് മുജ്തബ ഖമനേയി എന്നാണ് റിപ്പോർട്ട്.